യു ഗിവ് ദിസ് മണി ടു സമ്മൺ ഹൂസ് കേപ്പബിൾ നോളജബിൾ എല്ലാം ചെയ്യുന്ന ആളിനെ കൊടുക്കുക. അത് അവരുടെ കയ്യിൽ 10, 30, 40 അനലിസ്റ്റ് ഉണ്ട്. അവർക്കൊരു ഗുണം എന്നാണെന്നറിയാവോ? ഈ കമ്പനിയുടെ അകത്ത് പോയി ചോദിക്കാൻ പറ്റും, നിങ്ങൾ എന്താണ് അടുത്ത 2 കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ചെന്നാൽ പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും വെൽ നോൺ പേഴ്സണായ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ കൊടുക്കുക, അവർ മാനേജ് ചെയ്തോളൂ. അതിനാണ് ഇവർ ഈ 1%, 1.5% കമ്മീഷൻ മേടിക്കുന്നത്. അല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രമുഖ കമ്പനിയുടെ MD മരിക്കുകയുണ്ടായി. അപ്പോൾ മേ ബി എല്ലാവർക്കും എന്നെപ്പോലുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവും, മേ ബി ആ കമ്പനി താഴെ പോവോ, ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാം ഒന്ന് പേടിക്കുമല്ലോ. ആ കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ആ ആൾ മലയാളി ആണെങ്കിൽ, ആൾ പേര് പറയണം, ആൾ മലയാളിയാണ്. ആ കമ്പനി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയല്ല, ഒരു പേഴ്സണൽ കമ്പനിയാണ്, അദ്ദേഹത്തിന് സ്വന്തം കമ്പനിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് ലിസ്റ്റഡ് ആയിരിക്കണം. അതിന്റെ ഓണർഷിപ്പ് പബ്ലിക്കിനുള്ളതിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബി-ഗാർഡ് ഗ്രൂപ്പ്സിൻ്റെ ഉണ്ട്, മുത്തൂറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് ഇന്ത്യൻ ബാങ്കുള്ള ബാങ്കുകളൊക്കെ അവരൊക്കെ മാത്രമേ ലിസ്റ്റഡ് ഉള്ളൂ. അപ്പോൾ അശ്വിന് സ്വന്തമായിട്ട് അറിവും കഴിവും ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയവും അറിവും കഴിവും ഇതെങ്ങനെ റിസർച്ച് ചെയ്യുന്ന സ്വന്തം, വല്ലവരും പറഞ്ഞിട്ടല്ല, സ്വന്തമായിട്ട് സ്വന്തം ബ്രെയിനിൽ പറയണം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷനാണ് യു ഗിവ് ദിസ് മണി ടു സമ്മൺ ഹൂസ് കേപ്പബിൾ നോളജബിൾ എല്ലാം ചെയ്യുന്ന ആളിനെ കൊടുക്കുക. അതാണ് ഈസ് ദ മ്യൂച്വൽ ഫണ്ട് മാനേജർ, മ്യൂച്വൽ ഫണ്ട് ഹൗസ്. അവരുടെ കയ്യിൽ 10, 30, 40 അനലിസ്റ്റ് ഉണ്ട്. അവർക്കൊരു ഗുണം എന്നാണെന്നറിയാവോ? ഈ കമ്പനിയുടെ അകത്ത് പോയി ചോദിക്കാൻ പറ്റും, നിങ്ങൾ എന്താണ് അടുത്ത 2 കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നു, അതെല്ലാം അവർ ചോദിക്കും, അവർ കൊടുക്കുകയും ചെയ്യണം. അവർക്ക് പൈസ വേണം, അവർ സ്റ്റോക്ക് മേടിൽ പോകണം. അപ്പോൾ അവരെല്ലാം, നമ്മളൊരു ഇൻഡിവിജ്വൽ ചെന്നാൽ പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് അറിവും സമയം കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെൽ നോൺ പേഴ്സണായ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ കൊടുക്കുക, അവർ മാനേജ് ചെയ്തോളൂ. അതിനാണ് ഇവർ ഈ 1%, 1.5% കമ്മീഷൻ മേടിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിങ്ങൾ എത്ര സ്റ്റോക്ക് മേടിക്കും. ഇപ്പം MRFന്റെ സ്റ്റോക്ക് മേടിക്കണം, 1.5 ലക്ഷം രൂപ കൊടുക്കണം ഒരു സ്റ്റോക്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രൈസ് ഉള്ള സ്റ്റോക്കാണ് MRF. അശ്വിനോട് മേടിക്കാൻ പറ്റുമോ? അശ്വിൻ പ്ലാൻ ചെയ്യുന്ന 1 ലക്ഷം ആകെ. ഇപ്പം മാരുതിയുടെ സ്റ്റോക്ക് മേടിക്കണം, 10,000 രൂപ കൊടുക്കണം, 10 സ്റ്റോക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചില സ്റ്റോക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 30,000, 40,000 രൂപയാണ് നമ്മൾ മേടിക്കുന്ന സ്റ്റോക്ക്. പ്രത്യേകിച്ച് മലയാളികൾ മേടിക്കുന്ന സ്റ്റോക്ക് എത്രയാണെന്നറിയോ? ഒന്നീ 10 രൂപ താഴെയുള്ളത്, അല്ലെങ്കിൽ 100 രൂപ താഴെയുള്ളത്. പിന്നെ 1-2 സ്റ്റോക്ക് മേടിക്കും, ടാറ്റ സ്റ്റീൽ, ഇത്. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10ന്റെ 100 ആവും, അല്ല 100 1000 ആവും എന്നുള്ളൊരു പരിപാടി നമുക്ക് വേണം. അതാണ് അത് മനസ്സിലുള്ള മൈൻഡ് സെറ്റപ്പ്. 10ന്റെ 100 ആകുന്നത് നമുക്ക് റിട്ടേൺ എത്ര കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപയിൽ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ സാധനത്തിന് 1,10,000 ആവും. 10 രൂപയുടെ സാധനം 11 രൂപ ആവും. 100 രൂപയുടെ സാധനം 110 രൂപ ആവും. ഇത്രേ ഉള്ളൂ. ഇത് റിട്ടേൺ ആണ്. നിങ്ങൾ ഈ ചിന്തിക്കുന്നത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഈ മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 95 സ്റ്റോക്സും ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങനെ സ്റ്റോക്കേ ഉണ്ടാകില്ല. ഞാൻ ഉൾപ്പെടെ 2018 ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 3 കമ്പനിയുടെ സ്റ്റോക്ക്, അന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ടോപ്പ് 3 കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത് 2008. ഇന്ന് ആ 3 കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഓരോ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ എടപ്പള്ളിയിൽ എനിക്കിപ്പോൾ ചായ കുടിക്കാൻ പറ്റത്തില്ല. അതായത് 10 രൂപ പോലും കിട്ടുകയില്ല. അപ്പം നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുക? അതിനാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവർ ചെയ്തോളും നിങ്ങൾക്ക് വേണ്ടി. 1. 2, മ്യൂച്വൽ ഫണ്ടുകാരുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഈ സ്റ്റോക്കിലൊന്നും അവരിടത്തില്ല. ഇന്ത്യയിലെ ടോട്ടൽ ലിസ്റ്റഡ് സ്റ്റോക്സ് കമ്പനികളെന്ന് പറഞ്ഞാൽ ഏകദേശം 5,500, 6,000 കമ്പനിയുണ്ട്. അശ്വിൻ വേറെ ആരോടും പറയണ്ട, ഒരു 500-600 കമ്പനികളിൽ കൂടുതൽ, 500 കൂടെ ഇല്ല. അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് 500 കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കമ്പനിയല്ല. കാരണം വെച്ചാൽ ഈ ആദ്യത്തെ 500 കമ്പനികളിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വിൽക്കണമെങ്കിൽ ലിക്വിഡിറ്റി ഉള്ളൂ. ഒന്നത് ടോപ്പ് കമ്പനികളായിരിക്കും, റിസർച്ച് ഉണ്ട്, അനലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന 1-1.5% പ്രിൻസിപ്പൾ ഒരിക്കലും പോവുകയില്ല. 2, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വേറെ റൂട്ടിൽ കൂടെ എൻട്രി ചെയ്യുന്നു, അത്രയും വിചാരിച്ചാൽ മതി. 3, നിങ്ങൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്ന പകരം ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പർട്ടിക്കുലർ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 60 തൊട്ട് 100 സ്റ്റോക്കുകളിലാണ്. അപ്പോൾ നമ്മുടെ ബാലൻസിങ്
ഒന്ന് പൊട്ടിയാലും ഒന്ന് കുറഞ്ഞാലും ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സിലെ നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മാർക്കറ്റ് പൊട്ടിയാലും നമുക്കൊരു 9,85,000 രൂപ കാണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ സ്റ്റോക്കിലാണെങ്കിൽ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയായിട്ട് കാണിക്കും. പെട്ടെന്നൊരു ലോസ് വരും. കാരണം ആ ഒരു സ്റ്റോക്ക് അടിഞ്ഞ് താഴെ പോയി. മറ്റേടത്ത് അങ്ങനെയല്ല, 5-10 സ്റ്റോക്ക് താഴെ പോയപ്പോൾ 7 സ്റ്റോക്ക് മേളിലാണ്. അത് ആവറേജ് ചെയ്ത് നിൽക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ കൊടുക്കുക. ആ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഏജന്റുമാരുമായിട്ട് സംസാരിക്കുക, അവർ കൺസൾട്ട് ചെയ്യുക, അവർ പറഞ്ഞു തരും സാർ ഇങ്ങനെ ചെയ്യാം. അവിടെയും ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലും. അവിടെ ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അത് പറയുന്നത് ആപ്പിളൊക്കെ നല്ല സ്ട്രോങ് കമ്പനികളിൽ. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഞെക്കുണ്ടെങ്കിൽ ചിക്കിന്നിരിക്കും സ്മോൾ ക്യാപ് കമ്പനികൾ. എപ്പോഴും നിങ്ങളുടെ വീട്ടിലൊരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറെ ഇൻക്ലൂഡ് ചെയ്യും. അത് ഞാൻ പറയുന്നത് എല്ലാവരും വിചാരിക്കും എനിക്ക് ബിസിനസ് കിട്ടാൻ പറ്റും. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. ട്രസ്റ്റബിൾ ആയിട്ടൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉള്ളത്, ട്രസ്റ്റബിൾ ആയിട്ടൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ കൂടെ കൊണ്ടു നടക്കുക. നിങ്ങൾക്ക് എന്നും ഇന്നല്ലേ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ ട്രസ്റ്റബിൾ ആയിട്ടുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക, നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം.